നവരാത്രിയുടെ 4ാം നാൾ, അതായത് നവദുർഗയിലെ 4ാമത്തെ ഭാവമാണ് ഭക്തർ ഇന്ന് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ ദേവിയാണ് 4ാമത്തെ ഭാവം. നമ്മുടെ പാർവതി ദേവി പരമേശ്വരുമായിട്ട് വിവാഹം ചെയ്തതിന് ശേഷം ശിവനും ശക്തിയും ലയിക്കുകയും ആ ഭാവമായ ഉമയാണ് കൂഷ്മാണ്ഡ ദേവി എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള കൂഷ്മാണ്ഡ ദേവിയുടെ രൂപം വർണ്ണിക്കുകയാണെങ്കിൽ സൂര്യനെ പോലെ തിളങ്ങുന്ന രൂപമാണ് അമ്മയുടേത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉൾപ്പെടെ എല്ലാ ദിശകളിലേക്കും പ്രകാശം പരത്തുന്നത് അമ്മയാണ്. അമ്മയുടെ പുഞ്ചിരിയിലൂടെയാണ് പ്രകാശം അണിയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള കൂഷ്മാണ്ഡ ദേവി 8 കൈകളോട് കൂടിയ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ അഷ്ടഭുജ എന്നും വിളിക്കാറുണ്ട്. താമര, കമണ്ടലു, അമ്പ്, വില്ല്, ഗദ, ചക്രം, അമൃതകുംഭം എന്നിവയാണ് 7 കൈകളില്. 8ാമത്തെ കൈകളില് 8 സിദ്ധികളും 9 നിധികളും നൽകാൻ കഴിവുള്ള രുദ്രാക്ഷമാലയാണ് അമ്മയുടെ കയ്യില്. കൂടാതെ അമ്മ സിംഹവാഹിനിയൂടെയാണ്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അമ്മയെ ആരാധിക്കുന്നത് വഴി ഭക്തർക്ക് എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും അമ്മ നീക്കം ചെയ്യുകയും ആയുസ്സും പേരും ശക്തിയും ഒക്കെ പ്രദാനം ചെയ്യുകയും എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള അമ്മയുടെ ഈ നാമധേയം കൂഷ്മാണ്ഡം അല്ലെ, അതായത് കു, ഉഷ്മ, അണ്ഡം എന്നീ 3 പദങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു നാമധേയം ഉണ്ടായിട്ടുള്ളത്. കു എന്നാൽ ചെറുത്, ഉഷ്മം എന്നാൽ താപം ചൂട് അല്ലെങ്കിൽ ഊർജം, അണ്ഡം എന്നാൽ മുട്ട. ഈ സൃഷ്ടിയുടെ ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള പ്രപഞ്ച മുട്ടയെ വഹിക്കുന്നവള് എന്നാണ് അമ്മയെ പറയപ്പെടുന്നത്. അതായത് ഈ സൃഷ്ടിയിലുള്ള എല്ലാ ഊർജത്തിൻ്റെയും എല്ലാ ഊഷ്മളതയുടെയും എല്ലാ പ്രകാശത്തിൻ്റെയും എല്ലാ ജീവിതത്തിൻ്റെയും ഉറവിടമായിട്ടാണ് അമ്മ വർത്തിക്കുന്നത്. പുഞ്ചിരിക്കുന്നവൾ എന്നൊരു അർത്ഥം കൂടെ അമ്മയുടെ നാമധേയത്തിനുണ്ട്. അങ്ങനെയുള്ള കൂഷ്മാണ്ഡ ദേവിയുടെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടാണ് അമ്മയെ പറയപ്പെടുന്നത്. അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് ഇവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. അവിടെ കൂഷ്മാണ്ഡ ദേവിയുടെ പ്രകാശം പരക്കുകയും ആ പ്രകാശം എന്ന് പറയുന്നത് അമ്മയുടെ പുഞ്ചിരിയിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പുഞ്ചിരിയിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശം അണിയിപ്പിച്ച അമ്മയാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള നമ്മുടെ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത്. കൂടാതെ അമ്മയ്ക്ക് 3 കണ്ണുകളാണ്. ഈ 3 കണ്ണുകളിലൂടെ 3 മഹാശക്തികളെയും കൂടെ അമ്മ സൃഷ്ടിച്ചിട്ടുണ്ട്. അമ്മയുടെ ഇടത് കണ്ണിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയായി. കറുത്ത നിറത്തിൽ അതിഭയാനകമായ ഒരു സ്ത്രീ രൂപമായിരുന്നു അത്. 10 തലകളും 10 കാലുകളും 10 കൈകളുമുള്ള ആയുധധാരിയായ ആ സ്ത്രീ ഉഗ്രമായ രൂപഭംഗിക്കുടമയായിരുന്നു. ആ സ്ത്രീക്ക് അമ്മ മഹാകാളി എന്ന നാമധേയം നൽകി. പിന്നീട് അമ്മയുടെ വലത് കണ്ണിൽ നിന്ന് പാലിന്റെ നിറമുള്ള സൗമ്യയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവര് വെളുത്ത വസ്ത്രധാരിയായിരുന്നു, ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഉള്ളവരായിരുന്നു. അവർക്ക് 8 കൈകളായിരുന്നു ഉണ്ടായിരുന്നത്. അതീവ ശാന്തമായിട്ടുള്ള ഒരു പുഞ്ചിരിയും ആ മുഖത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ ഒരു സ്ത്രീക്ക് അമ്മ മഹാ സരസ്വതി എന്ന നാമധേയം നൽകി. പിന്നീട് അമ്മയുടെ 3ാം കണ്ണിൽ നിന്ന് ഉഗ്രമായ രീതിയിലുള്ള ലാവ ഉരുകിയ നിറത്തിലുള്ള ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. 18 കൈകളോട് കൂടിയ ആ സ്ത്രീരൂപം ആയുധധാരിയായിരുന്നു. അതായത് ഒരു യോദ്ധാവ് എന്ന രീതിയിലായിരുന്നു അവരെ കാണാൻ സാധിച്ചത്. അവര് കാവ്യവസ്ത്രധാരിയായിരുന്നു. ആ അമ്മയെ മഹാലക്ഷ്മി എന്ന നാമധേയം നൽകി നമ്മുടെ കൂഷ്മാണ്ഡ ദേവി സൃഷ്ടിച്ചു. ഇങ്ങനെയുള്ള ഈ മഹാശക്തികളിൽ നിന്നാണ്, അതായത് ഈ 3 മഹാശക്തികളിൽ നിന്നാണ് ദേവീദേവന്മാരായ ത്രിമൂർത്തികൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. അതായത് മഹാകാളിയിൽ നിന്ന് ശിവനും സരസ്വതിയും, മഹാലക്ഷ്മിയിൽ നിന്ന് വിഷ്ണുവും, മഹാസരസ്വതിയിൽ നിന്ന് ബ്രഹ്മാവും
ലക്ഷ്മിയും എന്നിങ്ങനെ സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് ഇവരെ ശിവനും ശക്തിയായും വിഷ്ണുവും ലക്ഷ്മിയായും ബ്രഹ്മാവും സരസ്വതിയായും ഇണകളാക്കി തീർക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള കൂഷ്മാണ്ഡ ദേവിയെ സൂര്യമണ്ഡലത്തിൽ വസിക്കുന്നവളായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സൂര്യമണ്ഡല അന്തർവർദ്ധിനി എന്നൊരു നാമധേയവും ലഭ്യമായി. സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് അമ്മയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അമ്മയുടെ ശക്തിയെ സൂര്യമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് പ്രപഞ്ചത്തിന് പ്രകാശവും അതുപോലെ ചൂടും നൽകി അമ്മ വർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് കൂടാതെ അനാഹത ചക്രത്തിന്റെ അതിദേവതയായിട്ടാണ് അമ്മയെ കണക്കാക്കുന്നത്. അനാഹത ചക്രം എന്ന് പറയുമ്പോൾ ഹൃദയചക്രം. ഈ ഹൃദയചക്രം പ്രവർത്തനക്ഷമമാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ശുദ്ധീകരണ പ്രവൃത്തിയാണ് കൂഷ്മാണ്ഡ ദേവി ചെയ്യുന്നത്. ഒരുപാട് വികാരങ്ങളുണ്ട്. ദേഷ്യം, അതുപോലെ തിരസ്കരണം, വിദ്വേഷം, അസൂയ, അത്യാഗ്രഹം എന്നീ വികാരങ്ങളുടെ ഒരു ഊർജ കേന്ദ്രമാണ് നമ്മുടെ ഈ ഹൃദയചക്രം. ഈ വികാരങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാവാതെ നമ്മൾക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ കൂഷ്മാണ്ഡ ദേവി അവളുടെ ഊർജം ഉപയോഗിച്ച് നമ്മുടെ ഹൃദയചക്രത്തെ ശുദ്ധീകരിക്കുന്നു. അതുവഴി നമ്മൾക്ക് ദുഃഖവും അസൂയ, അത്യാഗ്രഹം, നിരാശ, തിരസ്കരണം എന്നീ എല്ലാ വികാരങ്ങളെയും നീക്കം ചെയ്ത് നമ്മുടെ ഹൃദയചക്രത്തിൽ സ്നേഹം നിറയ്ക്കുകയും അതുവഴി നമുക്ക് അഭിവൃദ്ധി, പേര്, പ്രശസ്തി എന്നിവ ഉണ്ടാകുകയും ചെയ്യുന്നു. കൂഷ്മാണ്ഡ ദേവിയുടെ മന്ത്രം: സുരാസമ്പൂർണ കലശം രുതിരാപ്ലുതമേവ ച ദദാനാഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡാ ശുഭതാസ്തു മേ.